ഗൂഗിൾ ഫോട്ടോസിൽ മെമ്മറി വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു വീഡിയോനെ കുറിച്ച് റീല് ചെയ്താലോ എന്ന് ഞാൻ ഓർത്തത്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു സ്നോ സ്റ്റോമിൽ പോകണം എന്നുള്ളത്. അങ്ങനെ ലൂക്കിനെയും കൊണ്ട് അവിടെ പോയപ്പോൾ എന്തിനാ വന്നതെന്ന് ലൂക്ക് പറഞ്ഞത് കേൾക്കണോ? കേട്ടില്ലേ? മഞ്ഞറിയാൻ വേണ്ടിയിട്ടാണ് അവനിവിടെ സ്നോ സ്റ്റോമിൽ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കുള്ള ആഗ്രഹമാണ് സ്നോയിൽ കളിക്കണം എന്ന്. അതുപോലെ ലൂക്കിന് ചെറുപ്പം മുതലുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ സ്നോ സ്റ്റോം. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ അവർ നമുക്കുള്ള ജാക്കറ്റും ബൂട്ട്സും അങ്ങനെ എല്ലാം തന്നിരുന്നു കേട്ടോ. അപ്പോൾ ലൂക്കിനൊക്കെ കുട്ടികൾക്ക് അവർ തന്നെ ഡ്രസ്സ് ചെയ്യിക്കുമായിരുന്നു. ഇതേ കണ്ടില്ലേ, ഈ ചാനൽ റെഡി ആവണ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ മമ്മി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. അങ്ങനെ എല്ലാം ഡ്രസ്സ് ചെയ്ത് ഞങ്ങളിത് റെഡി ആയിട്ട് അതിനകത്ത് ഒരു സ്നോയിൽ ടച്ച് ചെയ്ത് നടന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു ഫേസ് ഹി വാസ് എക്സ്ട്രീംലി ഹാപ്പി. പിന്നെ അവിടെ അകത്ത് ആദ്യം തന്നെ അവൻ കണ്ടത് ഒരു സ്നോ പ്ലേ ഹൗസ് ആയിരുന്നു. എല്ലാ കുട്ടികളും അവിടേക്ക് തന്നെയാണ് കേട്ടോ ആദ്യം പോയിരുന്നത്. അവൻ തനിയെ അതിൻ്റെ മേലെ കയറി ഈ സ്ലൈഡിൽ വരികയാണ്. പിന്നെ അവൻ്റെ ആഗ്രഹം പോലെ ഞങ്ങൾ കുറച്ച് നേരം സ്നോ ഒക്കെ എറിഞ്ഞ് കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ മേലെ ഒരു സ്കൈ വാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു റോപ്പൊക്കെ വെച്ചിട്ട് ഒരു ബ്രിഡ്ജ്, അതുകൂടെ നമുക്ക് നടന്നൊക്കെ അവിടെ ഫുൾ കണ്ട് എൻജോയ് ചെയ്യാം. പിന്നെ നേരെ ഞങ്ങൾ പോയത് ഒരു വലിയൊരു സ്ലൈഡാണ്. അവിടെ എഗെയിൻ നമുക്ക് മാറ്റിൽ സ്ലൈഡ് ചെയ്യാം ആൻഡ് ഓൾസോ ട്യൂബിൽ നമുക്ക് സ്ലൈഡ് ചെയ്ത് വരാം. അപ്പോൾ ലൂക്ക് ആദ്യം തന്നെ ഇതേ പോയിട്ടോ, ഞാൻ ഞെട്ടിപ്പോയി അവൻ ഒറ്റയ്ക്ക് ഈ ഒരു സ്ലൈഡിൽ വരുന്നത് കണ്ടിട്ട്. അവന് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ്റെ പിന്നാലെ തന്നെ ഞാനും ഒന്ന് സ്ലൈഡ് ചെയ്ത് വന്നു. ഇത് അത്യാവശ്യം ഫോഴ്സിലാണ് കേട്ടോ മേലെ നിന്ന് അവർ നമ്മളെ തള്ളി വിടുന്നത്. ഇതായിരുന്നു പിന്നെ എൻ്റെ നെക്സ്റ്റ് ഫേവറേറ്റ് റൈഡ്. ഇതിൻ്റെ പേര് മെറി ഗോ റൗണ്ട് എന്നായിരുന്നു. നമ്മളെല്ലാവരും ഇതുപോലെ ട്യൂബിലിരുന്നിട്ട് ഈ നടുവിലെ സംഭവം സ്പിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളും ഇതിൻ്റെ ഒപ്പം കറങ്ങും. ഇത് കാണുമ്പോൾ ഭയങ്കര സ്ലോ ആയിരുന്നു, പക്ഷേ സ്ലോ അല്ല, ലേറ്റർ അതിൻ്റെ സ്പീഡ് കൂടി നമ്മളങ്ങ് തെറിച്ച് പോകുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. 2-3 മിനിറ്റ് കറങ്ങിയതിന് ശേഷം ഞാനും ലൂക്കും പിന്നെ ഒരു ഇഗ്ലൂൻ്റെ അകത്ത് പോയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് പോയി ഒന്ന് പോസ് ചെയ്തൊക്കെ ഇരുന്നു. ഈ ഒരു മൊമെൻ്റ് ആയപ്പോഴേക്കും ലൂക്കിൻ്റെ ഫേസൊക്കെ ഭയങ്കരമായിട്ട് മാറാൻ തുടങ്ങി കേട്ടോ. ഭയങ്കര റെഡായി. ആൻഡ് അത് മാത്രമല്ല അവന് ബ്രീത്ത് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. പിന്നെ ഈ സ്നോ വാരി എറിഞ്ഞ് കളിക്കുന്ന കാരണം ഗ്ലൗവിൻ്റെ അകത്തും ബൂട്ട്സിൻ്റെ അകത്തും എനിക്കും അവനൊക്കെ നല്ലപോലെ സ്നോ അകത്ത് കയറി. അപ്പോൾ നമുക്ക് നടക്കുമ്പോൾ ഒക്കെ അത് കാലുമ്പോൾ കൊള്ളുമ്പോൾ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. ഞാൻ ഗ്ലൗ ഒക്കെ മാറ്റിയിട്ട് ഐസൊക്കെ റിമൂവ് ചെയ്യാൻ നോക്കി, ബട്ട് സ്റ്റിൽ ശരിയാവേണ്ടായിരുന്നില്ല. പിന്നെ അവൻ ഈ സ്ലൈഡിൽ കയറിയപ്പോഴേക്കും അവന് പറ്റാതെയായി തീരെ ബ്രീത്ത് ചെയ്യാനായിട്ട്. ഞങ്ങളപ്പോൾ പിന്നെ അവിടെ നിന്ന് പോകാമെന്ന് തീരുമാനിച്ചു. കാരണം അവൻ തന്നെ കരഞ്ഞു തുടങ്ങി. 1 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഒരു വെറും 15-20 മിനിറ്റ് മാത്രം കളിച്ച് ഞങ്ങളങ്ങനെ പോകാനായിട്ട് തീരുമാനിച്ചു. പ്രത്യേകിച്ച് ഈ വീഡിയോന് ക്ലൈമാക്സ് ഇല്ലാത്തതുകൊണ്ട് കയ്യിലുള്ള ഫോട്ടോസൊക്കെ വാരി പറക്കിയിട്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ.